കിഴക്കമ്പലം പഞ്ചായത്തിലെ രണ്ടാം 2020 ഭരണസമിതി വിഭാവനം ചെയ്ത രാജ്യാന്തര നിലവാരത്തിലുള്ള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, കാത്തിരിപ്പ് കേന്ദ്രം, ഷീജിം, സൗജന്യ ഭക്ഷണശാല തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സൗജന്യ ഭക്ഷണശാല ഉൾപ്പെടെ ബസ് സ്റ്റാൻഡ് അനുബന്ധ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ CPM, CITU ഗുണ്ടകൾ നിരന്തരം തടസ്സപ്പെടുത്തിയിരുന്നു. രണ്ടാം 2020 ഭരണസമിതി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ, കോൺട്രാക്ടർ, ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മതിയായ പോലീസ് സംരക്ഷണം നൽകാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. ഇതിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി ഭരണസമിതിക്ക് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ 2020 പാർട്ടിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ജനങ്ങളിൽ ഭയവും ഭിന്നിപ്പും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. വികസന വിരോധികളായ ഇടത് വലത് മുന്നണികൾ വർഗീയ പാർട്ടികളുമായി ചേർന്ന് മുന്നണി രൂപീകരിച്ച് 2020യെ പരാജയപ്പെടുത്താൻ നടത്തിയ ശ്രമം വിജയിക്കാതെ വന്നതോടെയാണ് മൂന്നാം 2020 ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് നവീകരണം പുനരാരംഭിക്കാനായതെന്ന് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. 2020യുടെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും 2020 പാർട്ടി ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന NDAയുടെ സഖ്യകക്ഷിയെന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ വികസനം അടുത്ത 50 വർഷം മുന്നിൽ കണ്ട് നിറവേറ്റുന്നതിന് നേതൃത്വം നൽകുമെന്നും സാബു ജേക്കബ് പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം നാടിന്റെ വികസനം. 2020 ജനങ്ങളോടൊപ്പം.